ഇത് വെച്ചിട്ടുണ്ട് സേഫായി. നമ്മൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ വെക്കുന്ന പോലെ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് അവിടെ വെച്ചിട്ടുണ്ട്. അത് മാളുകൾ ഹൈലൈറ്റ്, നമ്മളിപ്പോൾ നിങ്ങൾ കോഴിക്കോട് പോയ ഹൈലൈറ്റ് മാളിൽ പോയാൽ നിങ്ങൾക്ക് കാണും. അതുപോലെ തന്നെ ഇപ്പം റീസെൻ്റ്ലി ഇപ്പം നമ്മുടെ കോഴിക്കോട് ഒരു പുതിയൊരു ഫ്ലാറ്റ് ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ഫ്ലാറ്റ് ഉണ്ടാക്കിയിട്ട് അവർ അത് ഫ്ലാറ്റിൽ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. അതുപോലെ ജിമ്മുകൾ ഇപ്പം എല്ലാ ഗവൺമെൻറ് അതിന് നിയമം വരുത്താൻ പോവാണ്. എല്ലാ പബ്ലിക് സ്ഥലങ്ങളിലും ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ വേണം എന്നതുകൊണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് മെഡിക്കൽ അറിവ് ഉണ്ടാവണമെന്നില്ല. ഇതിൽ തന്നെ ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യം നമുക്ക് കാർഡിയോപൾമണറി ഇത് CPR എന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ഈ പറഞ്ഞ പോലെ CPR അറിഞ്ഞിരിക്കണം അല്ലേ. കാർഡിയോപൾമണറി റിസസിറ്റേഷൻ എന്തായാലും അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് നെഞ്ചമർത്തൽ. അപ്പം വളരെ നേരത്തെ കൃത്യമായ രീതിയിൽ കാർഡിയോപൾമണറി റിസസിറ്റേഷൻ നൽകാൻ സാധിച്ചാൽ നമുക്ക് ആ ഒരു വ്യക്തിയെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇപ്പം നിങ്ങളുടെ മുമ്പ് ഇത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം അല്ലേ. നിങ്ങളുടെ കൂട്ടത്തിൽ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കുടുംബത്തിലോ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാം. നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അവർ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ ബോധരഹിതരായ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അതിനുള്ളത് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ മുമ്പിൽ കുഴഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആദ്യം നമ്മൾ ചിലപ്പം ഒരു ഒരു പ്രതികൂല സാഹചര്യത്തിലായിരിക്കും നിങ്ങളത് കാണുന്നുണ്ടാവും. ഒരു പ്രകൃതിക്ഷോഭത്തിലോ അല്ലെങ്കിൽ ഒരു തീ പിടിച്ച സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിലോ ചിലപ്പോൾ കാണും അങ്ങനെ ഒരാൾ ബോധം നഷ്ടപ്പെട്ടിട്ട് കുഴഞ്ഞു വീണ് കിടക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം സ്ഥലം സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ കാരണം ഇപ്പം തീപിടുത്തം നടക്കുന്ന സ്ഥലത്താണ് ഒരാൾ ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ അവരെ രക്ഷപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ജീവനും അത് ബാധിക്കും. അപ്പം നിങ്ങൾ അവരെ ആദ്യം ജീവൻ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് അവരെ മാറ്റി കിടത്തണം. രണ്ടാമത് എന്ത് ചെയ്യണം? ആ വ്യക്തി പ്രതികരിക്കുന്നുണ്ടോ നോക്കണം അല്ലേ. എന്നാലല്ലേ നമുക്ക് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ നൽകാൻ സാധിക്കും. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? അവരെ വിളിച്ചു നോക്കണം. അപ്പം നിങ്ങൾക്ക് അവരെ പേരറിയില്ല അല്ലേ, നിങ്ങൾക്ക് അവരെ അറിയില്ല, ആ വ്യക്തി ആരാണെന്ന് അറിയില്ല, നിങ്ങൾക്ക് എവിടുത്തെയാണെന്ന് അറിയില്ല. അപ്പോൾ അവരെ മാറിൽ തട്ടിയിട്ട് ഷോൾഡർ തട്ടിയിട്ട് പേര് പറയും. എന്താ സംഭവിച്ചത്? അപ്പോൾ നമുക്ക് അവർ പ്രതികരിക്കുന്നുണ്ടോ നോക്കണം. അപ്പോൾ അയാൾ ശ്വാസം എടുക്കുന്നുണ്ടോ, നമുക്ക് നെഞ്ചത്ത് നോക്കിയാൽ അറിയാം അയാൾ ശ്വാസം എടുക്കുന്നുണ്ടോ നോക്കാം. അപ്പോൾ ശ്വാസം എടുക്കുന്നുണ്ടോ, പ്രതികരിക്കുന്നുണ്ട്. നമ്മൾ 2 തട്ട് തട്ടിയപ്പോൾ അയാൾക്ക് ബോധം പോയതാണ്. അയാൾ പെട്ടെന്നുള്ള ആ ആഘാതത്തിൽ അയാളുടെ ബോധം നഷ്ടപ്പെട്ടതാണ്. അപ്പം അയാൾ പ്രതികരിക്കാൻ തുടങ്ങി എന്താ? ഒന്നും ചെയ്യണ്ട. പ്രതികരിക്കാൻ തുടങ്ങി അയാളെ ചെരിച്ച് കടത്തുക. അയാളെ ചെരിച്ച് കടത്തുന്നത് എന്തിനാണ്? ചിലപ്പോൾ അയാൾ ഛർദ്ദിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അയാൾ ആക്സിഡൻറ്റ് പറ്റിയൊരു സ്ഥലത്തു നിന്നാണെങ്കിൽ അയാളുടെ വായയുടെ ഉള്ളിൽ രക്തം ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ അത് ഉള്ളിൽ പോയി ശ്വാസകോശത്തിൽ കയറാൻ സാധ്യത. അപ്പോൾ അവരെ ചെരിച്ച് കടത്തി അവരെ നിരീക്ഷിക്കുക. ഇനി അതല്ല, ആ വ്യക്തി പ്രതികരിക്കുന്നില്ലെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യുക? സാർ ആദ്യം തുടങ്ങി. അപ്പം നിങ്ങൾ ഒറ്റയ്ക്കുള്ളൂ, വേറെ ആരുമില്ല. അപ്പം നമ്മൾ ഹെൽപ്പിന് വിളിക്കണ്ടേ? നിങ്ങൾ സഹായത്തിന് വേണ്ടി ആദ്യം ഹെൽപ്പിന് വേണ്ടിയിട്ട് ശബ്ദിക്കണം. വേറെ ആരെങ്കിലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ സാധിക്കില്ല അത് ചെയ്യാൻ. അപ്പോൾ ഹെൽപ്പിന് വേണ്ടി ആദ്യം വിളിക്കണം. അതുപോലെ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എമർജൻസി നമ്പർ 108 അല്ലെങ്കിൽ എമർജൻസി ആംബുലൻസ് നമ്പർ എന്തുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കോൾ ചെയ്തിട്ട് നിങ്ങൾ ആ ഫോണ് ലൗഡ് സ്പീക്കറിൽ ഇട്ട് വെക്കുക. നിങ്ങൾ ആ ഫോണിൽ സംസാരിക്കാൻ നിൽക്കരുത്, സമയം കളയരുത്. അത് ലൗഡ് സ്പീക്കറിൽ ഇട്ട് വെച്ചിട്ട് നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ എന്താ, എവിടെയാണ് ഇത് സംഭവിച്ചത്, ആർക്കാണ് സംഭവിച്ചത്, ആ വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ വിവരിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ എത്രയും പെട്ടെന്ന് CPR ആരംഭിക്കുക, നെഞ്ചമർത്തൽ ആരംഭിക്കുക. അപ്പം ഏറ്റവും കൃത്യതയിൽ എത്രയും നേരത്തെ CPR ആരംഭിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ജീവൻ രക്ഷ. പഠനപ്രകാരം 10 മിനിറ്റ് ഒരാൾ കുഴഞ്ഞു വീണ് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ വളരെ കൃത്യതയിൽ CPR ആരംഭിക്കാൻ സാധിച്ചാൽ ആ വ്യക്തിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം അല്ലേ. എവിടെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഏത് തരത്തിലാണ് കൊടുക്കേണ്ടതെന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആ വ്യക്തിയുടെ മാറലിൻ്റെ ഏറ്റവും താഴെ ഈ സ്റ്റേണം
അല്ലേ, ഈ മാറലിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്തിൻ്റെ 2 വിരൽ മുകളിൽ, ഏറ്റവും ഈ മാറലിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്തിൻ്റെ 2 വിരൽ മുകളിൽ ഒരു കൈയുടെ ഉപ്പുറ്റി കുത്തിവെക്കുക, മറ്റേ കൈയുടെ ഉപ്പുറ്റി അതിൻ്റെ മറ്റേ കൈയിൻ്റെ മുകളിൽ വെക്കുക, എന്നിട്ട് വിരൽ പിണഞ്ഞു വെക്കുക. എന്നിട്ട് നമ്മുടെ കൈമുട്ട് നേരെ ആയിരിക്കണം. ഇത് ആരാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്? അവരുടെ കൈമുട്ട് നേരെ ആയിരിക്കണം. അതുപോലെ അവരുടെ ഷോൾഡർ ഈ വ്യക്തിയുടെ മുകളിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പം ഇതാണ് പൊസിഷൻ. അപ്പം ഇങ്ങനെ പൊസിഷൻ ഉണ്ട്. ഷോൾഡർ രണ്ട് എൽബോ, കൈമുട്ട് രണ്ടും നേരെ ആയിരിക്കണം, ഷോൾഡർ വ്യക്തിമിൻ്റെ മുകളിലായിരിക്കണം. എന്നിട്ട് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുക. കംപ്രഷൻസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 5 സെൻറ്റിമീറ്റർ ഡെപ്തിലാണ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 സെൻറ്റിമീറ്റർ ഡെപ്തിൽ അല്ലേ? അപ്പോൾ 5 സെൻറ്റിമീറ്റർ ഡെപ്തിൽ കംപ്രഷൻ അമർത്തിയതിന് ശേഷം അത് തിരിച്ച് പഴയ രീതിയിലേക്ക് എത്താൻ സമയം നൽകണം. അതായത് ഒരു കംപ്രഷൻ അമർത്തി തിരിച്ച് പഴയ രീതിയിലേക്ക് എത്താൻ സമയം നൽകണം. അങ്ങനെ ആ രീതിയിൽ 120 കംപ്രഷൻസ് പെർ മിനിറ്റ്, ഒരു മിനിറ്റിൽ 120 കംപ്രഷൻസ് എന്ന വേഗത്തിൽ നമ്മൾ കംപ്രഷൻസ് നൽകണം. അപ്പോൾ എത്ര കംപ്രഷൻസ് നൽകണം? 30 കംപ്രഷൻസ് നൽകണം. 30 കംപ്രഷൻസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 1 2 3 4 5 6 7 8 9 10 15 20 22 23 24 25 23 29 30 കംപ്രഷൻസ് നമ്മൾ നൽകണം. അപ്പം 5 സെൻറ്റിമീറ്റർ ഡെപ്തിൽ 120 പെർ മിനിറ്റ് രീതിയിൽ റേറ്റിൽ നമ്മൾ കംപ്രഷൻസ് വളരെ നീറ്റായിട്ട് നൽകാൻ പറ്റണം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് അയാൾ ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് നോക്കാം അല്ലേ? അയാൾ ശ്വാസം എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് കൃത്രിമ ശ്വാസം വേണമെങ്കിൽ കൃത്രിമ ശ്വാസം നൽകാം. അപ്പോൾ 1 സെക്കൻഡ് ദൈർഘ്യത്തിലുള്ള 2 ശ്വാസം നമുക്ക് അവർക്ക് വായ വഴി അല്ലേ? നമുക്ക് അവിടെ എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ വായ വഴി നമുക്ക് 2 ബ്രത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ 30 കംപ്രഷൻസും 2 ബ്രത്തുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 30 കംപ്രഷൻസ് കൊടുക്കാൻ എത്ര സമയം എടുക്കും? 15 സെക്കൻഡ്. 2 ബ്രത്ത് കൊടുക്കാൻ, ശ്വാസം കൊടുക്കാൻ 2 സെക്കൻഡ്. അപ്പോൾ ഈ സൈക്കിൾ 5 സൈക്കിൾ നിങ്ങൾ ചെയ്യണം. 5 സൈക്കിൾ. അപ്പോൾ 30 കംപ്രഷൻസ് 2 ബ്രത്ത്, അത് കഴിഞ്ഞ് 30 കംപ്രഷൻസ് 2 ബ്രത്ത്, അങ്ങനെ 5 സൈക്കിൾ നിങ്ങൾ നൽകാൻ സാധിക്കണം. അപ്പോൾ ആ 5 അപ്പോഴാണ് നിങ്ങൾക്ക് അതിനുശേഷം എന്ത് ചെയ്യണം? നൽകിയതിന് ശേഷം നിങ്ങൾ ഈ വ്യക്തി പ്രതികരിക്കുന്നുണ്ടോ നോക്കണം അല്ലേ? നമ്മൾ CPR കൊടുത്തോണ്ട് മാത്രം പോരാ, അവർ പ്രതികരിക്കുന്നുണ്ടോ എന്ന് കൂടെ നോക്കണം. അപ്പോൾ പിന്നെയും തട്ടി നോക്കി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അവരെ ചെരിച്ച് കടത്തുക, അവരെ നിരീക്ഷിക്കുക. പ്രതികരിക്കുന്നില്ലെങ്കിൽ പിന്നെയും CPR കണ്ടിന്യൂ ചെയ്യുക. അപ്പം അത് നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ സഹായത്തിന് വേണ്ടിയിട്ട് ഉച്ചത്തിൽ പറയണം. കാരണം എന്താ? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. 5 സൈക്കിളൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് ആദ്യമേ പറയാം. അപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളായിട്ട് കൈമാറാൻ പറ്റും. അപ്പോൾ അതാണ്. അപ്പോൾ എഫക്റ്റീവായിട്ട് CPR കൊടുക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അത് എഫക്റ്റീവായിട്ട് കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കും. ഇനി നിങ്ങൾ ഇതുപോലെ CPR കൊടുത്തോണ്ടിരിക്കുകയാണ് ഒരു വ്യക്തിക്ക്, ചെയ്തുകൊണ്ടിരിക്കും. വേറൊരു വ്യക്തി വന്നു, അപ്പം സഹായത്തിന് വേറൊരാൾ വന്നു. നിങ്ങൾ നേരത്തെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, വേറൊരു വ്യക്തി വന്നു. അപ്പോൾ ആ വ്യക്തി വന്നിട്ട് ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. അപ്പം നിങ്ങൾ CPR കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം വരുന്ന രണ്ടാമത് വന്ന ആൾക്ക് ഇത് ഓട്ടോമാറ്റിക് ഡീഫിബ്രിലേറ്റർ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിന് 2 പാഡ് ഉണ്ട്, 2 പാഡ്സ്. അപ്പോൾ ഈ 2 പാഡ്സിൽ നിങ്ങൾ അതിൻ്റെ മുകളിൽ തന്നെ വരച്ചിട്ടുണ്ട് അത് എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്ന്. അപ്പോൾ അതിൽ ഒരു പാഡ്, ഈ പാഡ് വലതേ വശത്തെ തോളലിൻ്റെ താഴെ മാറലിൻ്റെ വലതുവശത്തായിട്ട് അത് ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് മാറ്റി ഇവിടെ ഒട്ടിക്കാൻ പറ്റും. രണ്ടാമത്തെ പാഡ് ഇത് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പാഡ് ഇടതുവശത്തെ കക്ഷത്തിൻ്റെ താഴെയായിട്ട് 5 സെൻറ്റിമീറ്റർ താഴെയായിട്ട് അതും ഇവിടെ ഒട്ടിക്കാൻ പറ്റും. അപ്പം ഒരു വ്യക്തി CPR കൊടുത്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരാൾ ഇവിടെ CPR കൊടുത്തോണ്ടിരിക്കുകയാണ്, വേറൊരാളാണ് ഇത് ഒട്ടിക്കുന്നത്. അപ്പം ഒട്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴും CPR കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും CPR നിർത്താൻ പാടില്ല. അപ്പം എന്താ ചെയ്യണം? അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആൾ ഇത് ഓൺ ചെയ്യണം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിൽ വളരെ സിമ്പിളാണ്. ഇതിലാകെ 1 2 3 സ്വിച്ചുകളേ ഉള്ളൂ. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും പ്രവർത്തിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ അപ്പോൾ
അപ്പോൾ ആദ്യം നമ്മൾ അത് ഓൺ ചെയ്യണം. ഓൺ ചെയ്യുമ്പോൾ നമ്മൾ പാഡ് ആദ്യം കണക്ട് ചെയ്തു, അത് ഓൺ ചെയ്യുമ്പോൾ മെഷീൻ എന്ത് ചെയ്തു? മെഷീൻ അനലൈസ് ചെയ്യും. ഹാർട്ടിൻ്റെ മിടിപ്പ് ഷോക്ക് കൊടുക്കേണ്ട കൊടുക്കണോ കൊടുക്കേണ്ടതിന് ആ മെഷീൻ തീരുമാനിക്കും. അപ്പം അത് ആ സമയത്ത് മെഷീൻ അനലൈസ് ചെയ്യണ സമയത്ത് നമ്മൾ പേഷ്യൻറ്റിനെ തൊടാൻ പാടില്ല. അതുവരെ CPR കൊടുക്കുക, ഒട്ടിക്കുന്നത് വരെയും CPR കൊടുത്തോണ്ടിരിക്കുക. ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ തൊടാൻ പാടില്ല ഇത്. അപ്പം അത് ഹാർട്ട്, ഇപ്പം നിങ്ങൾ കേട്ടോ, Analyzing heart rhythm. Analyzing heart rhythm. Heart rhythm analyze ചെയ്യാം. Do not touch the patient. Do not touch the patient. Shock advised. ഷോക്ക് കൊടുക്കുക. Charging. അപ്പൊ ഷോക്ക് കൊടുക്കാൻ പറഞ്ഞു മെഷീൻ. അപ്പൊ നമ്മൾ ഓറഞ്ച് ബട്ടൺ. Deliver shock now. Press the orange button now. Shock delivered. ഷോക്ക് ഡെലിവേർഡ്. ഇത്രേ ഉള്ളൂ. Begin CPR. CPR. അപ്പം ഇത് കൊടുത്ത് ഷോക്ക് കൊടുത്ത ഉടനെ നമ്മൾ CPR പിന്നെയും കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം പാഡ് കണക്ട് ചെയ്യുക, പാഡ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ CPR കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ഓൺ ചെയ്യുക. ബട്ടൺ ഓൺ ചെയ്യുമ്പം അനലൈസ് ചെയ്യും. ഈ മെഷീൻ ഹാർട്ടിൻ്റെ മിടിപ്പ് അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തൊടാൻ പാടില്ല, പേഷ്യൻറ്റിനെ തൊടാൻ പാടില്ല. അനലൈസ് ചെയ്തിട്ട് പറയും അത് ഷോക്ക് കൊടുക്കേണ്ടതാണോ കൊടുക്കേണ്ടതല്ലേന്ന്. ഷോക്ക് കൊടുക്കേണ്ടതാണെങ്കിൽ മെഷീൻ പറയും ഷോക്ക് കൊടുക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓറഞ്ച് ബട്ടൺ അമർത്താം. അപ്പം തന്നെ മെഷീൻ ഷോക്ക് കൊടുക്കും. ഷോക്ക് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ CPR കണ്ടിന്യൂ ചെയ്യണം. ഈ മെഷീൻ ഈ പാഡ്സ് കണക്ട് ചെയ്തിരിക്കുന്ന സമയം വരെ എന്തുണ്ടാവും? അത് അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ 2 മിനിറ്റും മെഷീൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും ഷോക്ക് കൊടുക്കണോ കൊടുക്കണ്ടേ. അപ്പം അതിനിടയിൽ നമുക്ക് ആൾക്ക് പ്രതികരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ആൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ നിർത്താം. പ്രതികരിക്കുന്നില്ലെങ്കിൽ ഈ മെഷീൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതേപോലെ ഷോക്ക് കൊടുക്കാൻ ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടിരിക്കും. ഓരോ 2 മിനിറ്റും നമ്മൾ CPR കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇരിക്കണം. ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. അത് വേണ്ട, ഇത് ബാക്കിൽ ബാറ്ററി ഉള്ളതാണ്. അപ്പം എന്തുകൊണ്ട് ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ അത്യാവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൃദയസ്തംഭനം ഉണ്ടാവുന്നതിൽ 90% കാരണം ഹാർട്ടിൻ്റെ മിടിപ്പിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ്. അപ്പോൾ അതിന് ഒരു ഷോക്ക് കൊടുത്താൽ മതി. ഒറ്റൊരു ഷോക്ക് കൊടുത്താൽ തന്നെ ആ ഹാർട്ടിൻ്റെ മിടിപ്പ് ശരിയാവും. അപ്പോൾ ആദ്യത്തെ 1 മിനിറ്റിലാണ് നിങ്ങൾ ഷോക്ക്, അതായത് ഒരാൾ കുഴഞ്ഞു വീണ് ബോധം നഷ്ടപ്പെട്ടിട്ടുള്ള ആദ്യത്തെ 1 മിനിറ്റിൽ നിങ്ങൾ ഷോക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ 90% അയാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നതാണ് പറയുന്നത്. അതിൽ ഓരോ മിനിറ്റും വഴുകുന്നോറും 10% കുറഞ്ഞുകൊണ്ടിരിക്കും ആളെ ജീവൻ രക്ഷപ്പെടുത്താണ്. അപ്പം ഒരു സിംഗിൾ ഷോക്ക് കൊടുക്കാനുള്ള കാര്യമേ ഉള്ളൂ. അപ്പം ഇതിന് നിങ്ങൾ വൈദ്യസഹായം, മെഡിക്കൽ ആൾക്കാരുടെ സഹായം വേണ്ട. സാധാരണ എന്താ ഉണ്ടാവുക? സാധാരണ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മൾ ആംബുലൻസ് വരാൻ വേണ്ടി കാത്തിക്കണം അല്ലേ? ഷോക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ സിനിമയെ കണ്ട പോലത്തെ ഡീഫിബ്രിലേറ്റർ ഉപയോഗിച്ചിട്ട് ഷോക്ക് കൊടുക്കണമെങ്കിൽ വൈദ്യസഹായം ആംബുലൻസ് വരണം, അവർ വരണം. അതിന് ഈ പറഞ്ഞ പോലെ കണക്ഷൻ വേണം, ആളെ ആംബുലൻസിലേക്ക് മാറ്റണം, എന്നിട്ട് വേണം ഷോക്ക്. ആ സമയം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അത്രയും സമയം നഷ്ടപ്പെടുകയാണ്. ഇത് അത്രയും സമയം നഷ്ടപ്പെടുന്നില്ല. അതുകൂടാതെ തന്നെ ഇത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാനും സാധിക്കും. അപ്പോൾ അതാണ് ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്ററിൻ്റെ ഉപയോഗം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും, ഇത് എല്ലാ പബ്ലിക് സ്പേസസിലും നിങ്ങൾക്ക് കാണുന്നതാണ്. ഇത് നിങ്ങൾ എയർപോർട്ടിൽ പോയാൽ, നമ്മളിപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിൽ പോയാൽ അതവിടെ ചില്ലിട്ട് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില്ലിട്ട് വെച്ചിട്ട് അറിയണം. അപ്പോൾ അതാണ് അതിൻ്റെ അത്യാവശ്യം. അത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇതെങ്ങനെ ഉപയോഗിക്കണം. അപ്പം CPR കൊടുക്കാനും ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ ഉപയോഗിക്കാനുള്ള എല്ലാവർക്കും ഉണ്ടായിരിക്കണം. എന്നാലേ മാത്രമേ നമുക്ക് ഈ വർഷത്തെ വേൾഡ് ഹെൽത്ത് ഡേയുടെ തീം എന്ന രീതിയിൽ ആരോഗ്യത്തിനായി ഒരുമിച്ച് നിൽക്കണം. എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെമോ രണ്ടുപേരും ഡെമോ ചെയ്താലോ?